എല്ലാവർക്കും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കളുടെ പ്രിയപ്പെട്ട മെസ്സേജിംഗ് പ്ലാറ്റ്ഫോമായ വാട്സപ്പ് ഒരു പുതിയ ഫീച്ചർ കൂടി ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നു. വോയിസ് നോട്ടുകൾ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ കഴിയുന്ന വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്റ്റ് എന്ന പുതിയൊരു ഫീച്ചറാണ് ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ഉപഭോക്താക്കൾക്കായി ഇപ്പോൾ പുറത്തിറക്കിയിരിക്കുന്നത്. ഇത്തരമൊരു ഫീച്ചർ അവതരിപ്പിക്കാൻ വാട്സപ്പ് തയ്യാറെടുക്കുന്നതിനായി ഏറെ നാളായി റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇപ്പോൾ റിപ്പോർട്ടുകൾ ശരിവെച്ചുകൊണ്ട് വാട്സപ്പ് ഈ ഫീച്ചർ ഉപയോക്താക്കൾക്ക് ലഭ്യമാക്കി തുടങ്ങി. എന്നാൽ തുടക്കത്തിൽ ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോണുകളിൽ മാത്രമാണ് ഈ ഫീച്ചർ പ്രവർത്തിക്കുക. വാട്സപ്പിലെ ഏറെ ഉപയോഗപ്രദമായ ഒരു മെസ്സേജിംഗ് രീതിയാണ് വോയിസ് നോട്ടുകൾ. എഴുതുന്നതിനേക്കാൾ എളുപ്പം പറയുന്നതിനാണ് എന്നതിനാൽ തന്നെ നിരവധി ആളുകൾ മെസ്സേജിനായി വോയിസ് നോട്ടുകൾ ഉപയോഗിക്കപ്പെടുന്നു. എന്നാൽ ഇങ്ങനെ അയക്കുന്ന മെസ്സേജുകളിൽ വളരെ സുപ്രധാനമായ വിവരങ്ങൾ ചിലപ്പോഴും ഉണ്ടാകും. അത് ആളുകൾക്കൊപ്പം ഇരിക്കുമ്പോൾ പ്ലേ ചെയ്യാൻ നാം ഒന്ന് മടിക്കും. പ്രിയപ്പെട്ടവർ അയക്കുന്ന സ്വകാര്യ മെസ്സേജുകളും സുഹൃത്തുക്കൾ തമാശകളും മറ്റും അയക്കുന്ന വിവിധ വോയിസ് മെസ്സേജുകളും ഒക്കെ പരസ്യമായി പ്ലേ ചെയ്താൽ പലരും നാണം കെടും എന്നുള്ളത് തർക്കമില്ലാത്ത കാര്യമാണ്. മാത്രമല്ല, വാട്സപ്പ് എന്നത് ഒരു മെസ്സേജിംഗ് ആപ്പ് എന്നതിനപ്പുറം ദൈനംദിന ജോലിയുടെ ഭാഗമായും വിവിധ ആവശ്യങ്ങൾക്ക് നാം ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. സുപ്രധാനമായ പല വിവരങ്ങളും ചിലപ്പോൾ വോയിസ് നോട്ടുകളായിട്ടായിരിക്കും അയക്കപ്പെടുക. ഇത്തരം വിവരങ്ങൾ ടെക്സ്റ്റ് രൂപത്തിലാക്കുക എന്നത് അല്പം ബുദ്ധിമുട്ടേറിയ പണിയായിരുന്നു. എന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാനും വോയിസ് നോട്ട് ഫീച്ചർ കൂടുതൽ ആകർഷകവും ഉപയോഗപ്രദവുമാക്കുവാൻ ഇപ്പോൾ വാട്സപ്പ് പുറത്തിറക്കിയിരിക്കുന്ന വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചറിന് സാധിക്കും. വോയിസ് നോട്ടിൽ പറയുന്ന കാര്യങ്ങൾ ഉടൻ തന്നെ ടെക്സ്റ്റ് രൂപത്തിലേക്ക് മാറ്റാൻ പുതിയ വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്റ്റ് ഫീച്ചറിന് സാധിക്കും. ഇന്ത്യക്കാർക്കും ഉപയോഗിക്കാൻ കഴിയും വിധത്തിൽ ഹിന്ദി ഉൾപ്പെടെ 5 ഭാഷകളുടെ പിന്തുണയോടെയാണ് ഇപ്പോൾ ഈ ഫീച്ചർ പുറത്തിറക്കിയിരിക്കുന്നത്. ഇംഗ്ലീഷ്, സ്പാനിഷ്, പോർച്ചുഗീസ്, റഷ്യൻ എന്നിവയാണ് ഹിന്ദിക്ക് പുറമെ ഈ ഫീച്ചർ പിന്തുണയ്ക്കുന്ന മറ്റു ഭാഷകൾ. ചാറ്റുകളിൽ വോയിസ് നോട്ടുകൾ ഉണ്ടെങ്കിൽ അത് ടെക്സ്റ്റ് രൂപത്തിലാക്കുന്നതിനായി ചാറ്റിൽ തന്നെ ഈ ഓപ്ഷൻ ലഭ്യമാക്കും എന്നാണ് വിവരം. മൊബൈൽ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ഈ സൗകര്യം ലഭ്യമാകുക. വെബ് പതിപ്പ് ഉപയോഗിക്കുന്നവർക്ക് ഈ ഫീച്ചർ ഉപയോഗപ്പെടുത്താനാകില്ല. ഈ ഫീച്ചറിന്റെ സാധ്യതകൾ അനന്തമാണ്. ഉദാഹരണത്തിന്, ടൈപ്പ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഈ ഫീച്ചർ ഉപയോഗിച്ച് ആവശ്യമായ ടെസ്റ്റുകൾ തയ്യാറാക്കാനാകും. വാട്സപ്പ് വോയിസ് നോട്ട് ട്രാൻസ്ക്രിപ്ഷൻ എങ്ങനെ ആക്ടിവേറ്റ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. ആദ്യം വാട്സപ്പ് സെറ്റിംഗ്സിൽ ചാറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഈ ട്രാൻസ്ക്രിപ്ഷൻ ആക്ടിവേറ്റ് ചെയ്യാൻ ഒരു ടോഗിൾ ബാർ കാണാം. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് നോട്ടുകൾക്ക് താഴെ ഒരു ട്രാൻസ്ക്രിപ്ഷൻ പ്രോംപ്റ്റ് ദൃശ്യമാകും. തുടർന്ന് വോയിസ് നോട്ടുകൾ വരുമ്പോൾ അത് ട്രാൻസ്ക്രൈബ് ചെയ്യണോ വേണ്ടയോ എന്നതിനെക്കുറിച്ചുള്ള ഒരു ഓപ്ഷനും കാണാനാകും. ട്രാൻസ്ക്രിപ്ഷൻ പ്രോംപ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ ടെക്സ്റ്റ് ഫയൽ ഡൗൺലോഡ് ചെയ്യപ്പെടുകയും വോയിസ് നോട്ടിന് താഴെ ട്രാൻസ്ക്രിപ്ഷൻ റിസൾട്ട് ദൃശ്യമാകുകയും ചെയ്യും. ഇങ്ങനെ ടെസ്റ്റ് ആക്കപ്പെടുന്ന ഫയലുകൾ ഷെയർ ചെയ്യാനായിട്ട് കഴിയില്ല. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദം തോന്നിയാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും ലൈക്ക് ബട്ടൺ അമർത്തുകയും ചെയ്യുക.